ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ ലം തത്റുകി സഅയ ഫി തലബിൽ ഇൽമി വൽ മാലി. ഇൽമും സമ്പത്തും തേടുന്നതിലുള്ള പ്രയത്നം ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഇത്തിമാദിൻ്റെ ല കറമിഹി, അള്ളാൻ്റെ ഔദാര്യത്തിന് വേണ്ടി ഇത്തിമാദ് ചെയ്ത് കാണ്ട് മുതലുണ്ടാക്കുന്ന കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണില്ല? അള്ളാഹ് ഔദാര്യവാനാണ്, തീർക്കണമെന്നില്ലല്ലോ. പിന്നെ പക്കതാലിക്ക ഇപ്രകാരം തന്നെ ലാ തത്റുകി തസവ്വുദലിൽ ആഖിറത്തി, ആഖിറത്തിന് വേണ്ടിയുള്ളതായ സാദ് ഭക്ഷണം തയ്യാറാക്കലിനെ ഇനി ഉപേക്ഷിക്കൊന്നും വേണ്ട. വലാ തഖ്തറ, നീ വഞ്ചിതനാകണ്ട. ചില നുസ്ഖയിലുള്ളത് വലാ തഫ്തുർന, നീ ക്ഷീണിതനാകണ്ട. പിന്നെ റബ്ബ ദുന്യാവൽ ആഖിറത്തി വാഹിദുൻ, ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റബ്ബ് ഒന്നല്ലേ. വഹുവ ഫീഹിമ കരീമുൻ റഹീം, അവൻ രണ്ട് ലോകത്തും ഔദാര്യവാനും കാരുണ്യവാനുമല്ലേ. വലൈസ കാരമല്ല യസീദു ലഹു, അള്ളാഹ്ക്ക് ഏറൊന്നുമില്ല, കറമുൻ ഔദാരി ഏറൊന്നുമില്ല, വിതാത്തിക്കാൻ എൻ്റെ താഴത്ത് കൊണ്ട്. വൈന്നമാ കറമഹു സുബ്ഹാനഹു വ തആല, നിശ്ചയമായിട്ടും ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുകയാണ്. ഇനി വൈന്നമാ കറമുഹു എന്നും വായിക്കാം. അള്ളാഹുവിൻ്റെ കറം എന്തിലാണ്? ഫി അൻ യുയസ്സിറ ലക, അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നതിൽ, ലക നിനക്ക് തരീഖൽ ഉസൂലിൽ മുൽക്കിൽ മുഖീം, നിത്യമായ രാജാധികാരത്തിലേക്ക്, സ്വർഗത്തിൽ പിന്നെ രാജാധികാരമുണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പം നഈമി ദായിം, നിത്യമാതാരിക്കുന്ന അനുഗ്രഹത്തിലേക്കും മുഖീമാതാരിക്കുന്ന രാജാധികാരത്തിലേക്കും ചേരാനുള്ള വഴി അള്ളാഹ് എളുപ്പമാക്കി തന്നതിൽ, ബിസ്വബരി, ക്ഷമിച്ചുകൊണ്ട്, അല്ല തർക്കി ഷഹവാത്തി, ഈ പൂതികളെ ഉപേക്ഷിക്കുന്നതിൻ്റെ മേലിൽ അയ്യാമം കലായില, കുറഞ്ഞ കാലം രാവിലെ സുബഹിക്ക് നീക്കാൻ വേണ്ടി പൂതി ഉണ്ടാവുമ്പോൾ, അവിടെ കിടക്കാൻ പൂതി ഉണ്ടാവുമ്പോൾ കുറച്ചു നേരം അവിടുന്ന് എണീച്ച് എണ്ടറക്കാത്ത നിസ്കരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ക്ഷമ ഉണ്ടല്ലോ. ആ ക്ഷമ അള്ളാഹ് എനിക്ക് തന്ന ഔദാര്യമല്ലേ. അപ്പോൾ ഹാദാ നിഹായത്തുൽ കറമി, ഇത് ചെറിയ ഔദാര്യമല്ല, ഔദാര്യത്തിൻ്റെ അങ്ങേ അറ്റാണ്. അലാ തുഹദ്ദിസ് നഫ്സക, അതുകൊണ്ട് നിന്റെ നഫ്സിനോട് നീ വർത്തമാനം പറയരുതേ. എന്തുകൊണ്ട്? ബി തെഹ്വീസാത്തിൽ ബത്താലീന, ഫലാ തുഹദ്ദിസ് നഫ്സക, നിന്റെ നഫ്സിനോട് നീ പറയരുതേ ബി തെഹ്വീസാത്തിൽ ബത്താലീന, ഈ വേണ്ടാവൃത്തിയും കാട്ടി നടക്കുന്ന ആളുകളുടെ കോലാഹല വർത്തമാനങ്ങളുണ്ടല്ലോ, വെറുതെ ഒച്ചമ്പിളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്നും നീ വർത്താനം പറയണ്ട. വക്കത്തതി, നീ പിന്തുടർപറ്റിക്കോ. ആരോട്? ബി ഉലിൽ അസ്മി വന്നുഹ, ബുദ്ധിയും മനക്കരുത്തുമുടെ ആൾക്കാർ പിൻപറ്റിക്കോ. അതാരാൽ? മിനൽ അംബിയായി വസ്വാലിഹീൻ, നബിമാരും സ്വാലിഹീങ്ങളും. വലാ തത്തുമായി, നീ പ്രതീക്ഷിക്കണ്ട. അഫിയാൻ യഹ്സദ മാലം തസ്രിയ, നീ കൃഷി ചെയ്യാത്ത മാലം തസ്ര, നീ കൃഷി ചെയ്യാത്ത ഒന്നിനെ നീ കൊയ്തെടുക്കുന്നതിൽ നീ എന്ത് ചെയ്യണ്ട? പൂതി വെക്കണ്ട. വലയിത്തമൻ സാമാവ സല്ലാവ ജാഹദ വത്തക്ക, നോമ്പുന്നോറ്റ് നിസ്കരിച്ച് അള്ളാന്റെ മാർഗത്തിൽ പ്രയത്നിച്ച് തഖ്വ ജീവിച്ചവനായേക്കാം. ഗുഫറലഹു, അവന് പൊറുക്കപ്പെട്ടേക്കാം. ഫാദിഹി, ഞാൻ ഇതുവരെ പറഞ്ഞത് ജുമലുൻ, ഒരു കൂട്ടമാണ്. മിമ്മ യംബഗി അൻ തഹ്ഫള അൻഹു ജവാരിഹക ലാഹിറ, പ്രത്യക്ഷമായ നിന്റെ അവയവങ്ങളെയൊക്കെ ഏന്ദ്രത്തോട്ട് നീ സൂക്ഷിക്കാൻ അത്യാവശ്യമാണോ, അങ്ങനത്തെ ഒന്നിൽ പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടപ്പം ഞാൻ പറഞ്ഞത്. വയറ് സൂക്ഷിക്കണം, കണ്ണ്, കാത്, കാല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമാലു ആദികൾ ജവാരിഹി, ഈ അവയവങ്ങളുടെ അമലുകളൊക്കെ ഇന്നമാ തത്രഷഹു, അതിങ്ങനെ എന്നെ സംഭവിക്കുകയാണ്. മീൻ സിഫാത്തിൽ കൽബി, കൽബിൻ്റെ സിഫത്തിൽ നിന്നാണ് അതിങ്ങനെ താഴേക്ക് ഉതിർന്നു വരുന്നത്. വിയർത്ത് വരികയാണ് നേരത്തം, വിയർത്തുണ്ടാവുന്നത്. ഫൈനർത്ത ഹിഫ്ള ജവാരിഹി, അവയവങ്ങളൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഫഅലൈക ബിതത്ഹീരിൽ കൽബി, ഹൃദയം ശുദ്ധിയാക്കൽ നീ വിഷയമാക്കണം. ഫഹുവ തഖ്വൽ ബാത്തിൻ, അതിനാണ് ആന്തരിക തഖ്വ എന്ന് പറയാം. വൽ കൽബു, ഈ കൽബ് എന്ന സാധനം പോലും മുളകത്തു, അതൊക്കെ മാംസപിണ്ഡമാണ്. അല്ലത്തി ഇതാ സലഹത്ത് സലഹ ബിഹൽ ജായിറു ജസദി, അത് നന്നായാൽ തടി മുഴുവൻ നന്നാവും. ഫൈദാ ഫസദത്ത്, അത് കേടെന്നാലോ ഫസദ സബിഹ സായിറു ജസദി, മേനി മുഴുവൻ കേടുവരും. അതുകൊണ്ട് ഫസ്തഖിൽ, നീ ജോലിയാകണം. ബി ഇസ്ലാഹിഹിയ, കൽബ് നന്നാക്കൽ കൊണ്ട്. ലി തസ്ലുഹ ബിഹി ജവാരിഹുക, അതുകൊണ്ട് നിന്റെ എല്ലാ അവയവവും നന്നാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സലാഹുഹു, അതിൻ്റെ നന്നാകൽ യക്കൂന്, അത് സംഭവിക്കും. മുലാസമത്തിൽ മുറാഖബ, അള്ളാഹുവിനെ മുമ്പിൽ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഫുൾ ടൈം നിലനിർത്തൽ കൊണ്ടേ എന്തുണ്ടാവുള്ളൂ? കൽബിൻ്റെ സലാഹ് ഉണ്ടാവുള്ളൂ. നാളെ മായസിൽ കബ് പറയാം ഇൻഷാ അല്ലാഹ്. മായസിൽ കൽബ് എന്നുള്ള വിഷയമാണ്. പടച്ചോൻ നമുക്ക് കൽബ് നന്നാക്കി തരട്ടെ.